പെയിന്റർമാര് എങ്ങനെ ജീവിക്കല്? ഞങ്ങളായാല് സാധനത്തിനൊക്കെ റേറ്റ് കൂടി കഴിഞ്ഞാല് പണിക്കാർക്ക് കൂലി സാധനത്തിന് റേറ്റ് കൂടും. അപ്പോഴല്ലേ സർക്കാരൊക്കെ നിലനിൽക്കുള്ളൂ. ടാക്സ് അടിച്ച് ഇപ്പൊ നമ്മളെ പണിയിൽ ഇനിയിപ്പോൾ കൂലിപ്പണിയിൽ മാത്രമേ ടാക്സ് അടിക്കാൻ പറ്റത്തെ. അത് സർക്കാരിന്റെ അറിയിട്ടാണ്. അത് അറിഞ്ഞിട്ട് ഇപ്പൊ ഒരാൾ 1000 രൂപ കൂലി ആകാണെങ്കിൽ 200 രൂപ ഡെയിലി സർക്കാരിന് നികുതി അടിക്കേണ്ടി വരും. മനസ്സിലായോ? ഇപ്പോഴത്തെ കൂലി നേരെ 900 രൂപ കൂലി. അത് 1000 രൂപ ആക്കണമെങ്കിൽ എന്താ വഴി? ഒരു വഴിയില്ല. ഒരു 100 രൂപ കൂട്ടിയാൽ മതി, അപ്പൊ 1000 ആവും. 100 കൂട്ടിയാൽ ശരാശരി ഒരു 40,000 രൂപ ഒരു കരാറെടുത്താളുണ്ടല്ലോ. കരാറെടുത്ത് പണിയെടുത്ത് ഇങ്ങനെ കഴിഞ്ഞ 2 ആഴ്ച ആകുമ്പോഴത്തേന് ഒരു 35-38 രൂപ ആയിട്ടുണ്ടെങ്കിൽ കൂലി ആയിട്ടുണ്ടെങ്കിൽ ഒരു വന്ന് പറയും, കാക്ക അവിടെ കൂടി ഇങ്ങനെ അടിക്കണം കേട്ടോ, അവിടെ കൂടി അടിക്കണേ. അപ്പം നമ്മൾ പറയും 20 ലിറ്റർ എന്തായാലും ആവുന്നു, 20 ലിറ്ററിൻ്റെ പണിയാവും. ഈ സാധനം വാങ്ങിത്തരാം, അതിന് തയ്യാറാക്കി വരും. സാധനം വാങ്ങിത്തരാം. അപ്പോൾ GST മറ്റേ കുടച്ചക്കറ ഒക്കെ ആവും. 6000 രൂപ ആവും ആ 20 ലിറ്ററിൻ്റെ പെയിൻറ്റ്. അപ്പം നമ്മൾ പറയും പണിക്കൂലി 2000 രൂപ ആവും കേട്ടോ കാക്ക. പണിക്കൂലി തരാൻ കഴിയില്ല. ഈ 40,000 രൂപ കരാറ് പറയുന്നത് അത് മാത്രം തരുന്നത്. 2000 അടക്കാനോ നമ്മൾ എടുത്തില്ലെങ്കിൽ ഓരോ കണ്ണു പോറ് വേണം. അപ്പോൾ നമ്മൾ പോക്കറ്റിൽ നിന്ന് ആ 20,000 രൂപേൻ്റെ പണി ഇങ്ങനെ എടുത്തിങ്ങനെ കൊടുക്കണം. നമ്മൾ പോക്കറ്റിന് ആ പൈസ. ഇതിനാണെങ്കിൽ കെമിക്കൽ, ഈ കെമിക്കൽ നമ്മൾ നന്നായിട്ട് തിന്ന് കുടിച്ച് അപ്പത്തിന് ക്ഷയരോഗം, ആസ്മ, അത് കുടച്ചക്കര മറ്റേ മറിച്ച് അങ്ങനെ വരും. നമുക്കാണ് ഒരു നികുതി, ഒരു ഇൻഷൂറോ ഒരു വരുമാനോ നമ്മളിങ്ങനെ വളർത്തുന്നല്ലേ കമ്പനികളെ. ഈ മറ്റേ ഏഷ്യൻ പെയിൻസ്, ബെർജർ, ഇൻഡിഗോ, നേരലാക്ക്, പോർലാക്ക് അതൊക്കെ പറഞ്ഞിട്ട് നീപ്പോണി, കപ്പോണി, ചോട്ടണി, ബേട്ടണി എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് കമ്പനി കൊണ്ട് ആർദ്രയൊക്കെ ആണെങ്കിൽ ഈ പെയിന്റർമാർക്കൊക്കെ ഓരോ 100 രൂപ 200 രൂപ കൊടുക്കാനുള്ള ഒരു സന്മനസ്സും കാണിച്ചിട്ടുണ്ടായി. എല്ലാ കമ്പനിക്കാരും ആർദ്രതി പെരുന്നാൾ, ഓണം, വിഷുവൊക്കെ വരുമ്പോൾ നമ്മൾ നിലനിന്നിട്ടാണ് ഈ പെയിന്റർ കമ്പനിയൊക്കെ വളർന്നു വരുന്നത്. അല്ലാതെ ആർക്കും പറയാൻ കഴിയില്ല, ഒരു കമ്പനിയും പറയാൻ കഴിയില്ല. നമ്മൾ സജസ്റ്റ് ചെയ്യാണ് ഈ സാധനം വാങ്ങി അടിച്ചു, ഇത് നല്ല സാധനമാണ്. അങ്ങനെയാണ് നിങ്ങൾ വളർന്നു വരുന്നത്. നമുക്ക് എന്തെങ്കിലും കാണണം, അത് കാണുന്നില്ല. ഒരു പണി എടുക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ മേലെ കയറി പണിയെടുക്കുമ്പോൾ ഒരു കാല് തെറ്റി കഴിഞ്ഞാൽ നമ്മളെ അധോഗതിക്ക് പിന്നെ കൈ അത്തരമുള്ള നമ്മൾ ചെയ്യുന്നതാണ്. ഇന്ന് കണ്ടാലും നാളെ കാണില്ല, അതാണ് അവസ്ഥ. എന്തായാലും എന്തെങ്കിലും ഒരു കാരണം കാണിക്കണം. ഏഷ്യനെ, ബെർജറെ, ഇൻഡിഗോ, മതി പണ്ടാറടക്കപ്പോൾ നിർത്തി കളിഞ്ഞു മതി.